അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകട എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്ന് കയ്യന്തി ഭവൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ തന്നെ ഉച്ചയ്ക്ക് മാത്രമാണ് വരുന്നത്. ഇതൊന്ന് കൂടുതലൊന്ന് ബിരിയാണിയാണ്. நல்லாயிருக்கு, நல்ல டேஸ்ட்டாக இருக்குது, செமையாக இருக்குது. பீஃப் பிரியாணி ஆയിരുന്നു, பீஃபும் நல்ல டேஸ்ட்டாக இருக்குது. அந்த அதை எனக்கு கறியிலையும் கொஞ்சம் சரியாக இதாகும், பெரிய பெரிய அதை கொஞ்சம் இதாக நைஸாக சாப்பிட்டா இருந்தேன். சூப்பராக இருக்குது. ஆனால் நம்ம நிறைய இடத்துக்கு நான் சாப்பிட்டுருக்கு. சாப்பிட்ற டைம் வந்து அங்கேயிருந்து கிடைக்காத ஒரு நல்ல ஒரு டேஸ்ட் இங்கே கிடைச்சிது. வெளிச்சென்னை இல்லை, അപ്പോൾ മലയാളം தெரியுது கொஞ்சம் கொஞ்சம். ഞാൻ 15 വർഷം എവിടെയായിരുന്നു? കോട്ടയത്ത്. കോട്ടയത്ത് എവിടെ? നാട്ടകം. പേര്? എൻ്റെ പേര് രാജ. അപ്പോൾ അവിടെ ഒന്ന് ഫാമിലിയിട്ട് അവിടെ ഇല്ല? ഇല്ലല്ല, ഞാൻ റബ്ബർ ഫാക്ടറിയിൽ അവിടെ വർക്ക് ചെയ്തിരുന്നേ. ബിരിയാണി വരുമ്പോൾ ബീഫ് ബിരിയാണി ഉണ്ട്. ബീഫ് ബിരിയാണിയിലൊന്ന് വെറും റൈസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അതല്ലാതെ തന്നെ ബീഫോടെ ചേർന്ന് കൊടുക്കുന്നുണ്ട്. കുഷ്ക എന്ന് പറയുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൈസ് സെപ്പറേറ്റ് ആയിട്ട് തരും. ഇവിടെ എപ്പോഴും റഷാണ്. ഇത് വരുമ്പോൾ തന്നെ ഇവിടെ ആൾ കൂടുതലായിരിക്കും. കാരണം ഈ ഏരിയയിലായാലും പുറത്തുനിന്നെല്ലാം ആൾക്കാർ അങ്ങനെ വന്ന് കഴിക്കാറുണ്ട്. ഭയങ്കര റഷാണ് ഇവിടെ. എല്ലാം ഉണ്ട്. ബീഫ് ബിരിയാണി ഉണ്ട്, പിന്നുള്ളത് ബീഫിൻ്റെ തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ട്. ഞാൻ കയറി കഴിക്കാം. ഇപ്പോൾ ഇവിടെ വന്ന് നല്ലൊരു റഷാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബീഫ് കറിയൊന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു കറിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊന്ന് നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഇവിടെ റഷാണ്. അങ്ങനെ നമുക്കൊന്ന് വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ അടുത്തൊരു ബീഫ് കറി പറഞ്ഞിട്ടുണ്ട്. அப்போ நூன் டைம் இங்கே வந்து எவ்வளோ நேரம் இருக்கும்? ഉച്ചയ്ക്ക് 12:30 തുടങ്ങും. 12:30 സ്റ്റാർട്ടായി 3 മണി വരെ. 3 മണി വരെ இருக்கும். ചിലപ്പോൾ വ്യാപാരം ഡല്ലായ 4 മണി വരെ. 4 മണി വരെ. നല്ല പീക്കാ പോയിട്ട് 2:30. ഇന്നലെ വന്ന് നമ്മൾ കണ്ടിരുന്ന ബിരിയാണിയാണ് ഇന്ന് കഴിച്ചത്. ബീഫ് ബിരിയാണി. അതിൻ്റെ ബീഫ് ബിരിയാണി ആയിട്ടുണ്ട്. അല്ലാതെ തന്നെ ബീഫ് ബിരിയാണി ആയിട്ട് തന്നെ വെറും റൈസ് മാത്രം തന്നെ 60 രൂപയാണ്. പിന്നെ ഒരു ബീഫ് കറി മേടിച്ചു 60 രൂപ. പക്ഷേ നല്ല ടേസ്റ്റ്. കാര്യം വെളിച്ചെണ്ണയിലാണ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ടേസ്റ്റ് ചെയ്ത് കഴിച്ചപ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ വന്നൊരു കുറച്ച് വർഷം മുന്നേ കേരളത്തിൽ തന്നെ കോട്ടയത്തായിരുന്നു. കോട്ടയത്തു നിന്ന് പിന്നെ ഇവിടെ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പാരലായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തെ ഒരു ടിഫിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് തന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് നല്ല ബിരിയാണിയാണ്. ഫുൾ റഷാണ്. എപ്പോഴും കൊണ്ടുവരുന്ന ഫുള്ളായിട്ട് തീർന്നിട്ടായിരിക്കും പോകുന്നത്. അത്രയ്ക്ക് ആൾ വരുന്നുണ്ട്. ഓർഡേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതൊന്ന് വരുന്നത് ഗണേഷ് നഗർ, നമ്മുടെ ആലപ്പക്കം വഴി നേരെ വരുമ്പോൾ നമ്മുടെ ലക്ഷ്മി നഗറിലേക്ക് വരുന്ന ലൊക്കേഷനാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് കഴിച്ചു കൊടുക്കുക.